വോളിയം പ്ലസ് എടുക്കാം. അപ്പോൾ ഇതാണ് വോളിയം പ്ലസ്. അപ്പോൾ ഏകദേശം ഒരു ഇവിടെ നല്ലൊരു വോളിയം വന്നിട്ടുണ്ട്. ഇവിടെ വന്നത് 9:55 ഒരു നല്ലൊരു ബൈ വന്നു ഏകദേശം. അതാണ് ഈ ഷെയർക്കാരുടെ ഒരു പ്രത്യേകതയാണ്. 5,46,969 ഷെയർസ് ബൈ വന്നു. അപ്പം ഞാൻ ഈ സീലിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, സീൽ എന്ന് പറയുന്നത് 515 വരെ പോയ സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ ഇപ്പം ഞാൻ എടുത്താൽ ഇവിടെ ഞാനൊരു വീക്ക്ലി ചാർട്ട് നോക്കാം. വീക്ക്ലി ചാർട്ടിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. വീക്ക്ലി ചാർട്ടിൽ ഹൈ വന്നിരിക്കുന്നത് ഏകദേശം ഇത് വന്നിട്ടുണ്ട്. ഏകദേശം 552 പോയി October 16. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഇവിടെയാണ്. അതുപോലെ ഒരു സപ്പോർട്ട് ഇവിടെയാണ് ഒരു സപ്പോർട്ട്. അതായത് എത്രയാണ് വരുന്നത്, ഒരു 324 ആ റേഞ്ചിൽ. നമുക്കിവിടെ 8 ഓഗസ്റ്റ് ഇന്നലെ വരെ ഉള്ളതാണ്. വീക്ക്ലി ചാർട്ടായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഡെയിലി ചാർട്ട് നോക്കാം. ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു ടൂളാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ സീരിയസ് ട്രേഡേഴ്സ് ആണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നല്ലതായിരിക്കും. നമുക്കൊരു ഡെയിലി ചാർട്ട് നോക്കാം. ഡെയിലി ചാർട്ടിൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ എടുക്കാൻ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ വീണ്ടും ചെയ്യാം. ആവശ്യമുള്ളൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചോദിച്ചിരുന്നു കുറച്ച് പേര്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മൾ സീലിനെ കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നത്. സീലിൻ്റെ ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ടിൽ ഏറ്റവും കൂടുതൽ ബൗൺസ് ബാക്ക് വന്നിരിക്കുന്ന ഈ ഒരു പോയിൻ്റാണ്. എവിടെ നിന്നാണോ ബൗൺസ് ബാക്ക് ചെയ്യുന്നത് അതാണ് നമ്മുടെ സപ്പോർട്ട്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു പോയിൻ്റ് വളരെ ക്രൂഷ്യലാണ്. കണ്ടോ, ഇവിടെ വന്നിട്ട് അതിൻ്റെ ലോ എടുക്കുക 318, 320. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കയറി വാങ്ങി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം വരുത്തരുത്. മാക്സിമം ഇവിടെ വരിക. അതിൻ്റെ ഒരു 288 അല്ലെങ്കിൽ 290 ഒരു സപ്പോർട്ട് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് കാണേണ്ടത്. ഇനി റെസിസ്റ്റൻസ് വെച്ചാൽ ഇതിൻ്റെ കേസിൽ ഇത് ഡെയിലി നേരത്തെ പറഞ്ഞു, ഏകദേശം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ അങ്ങോട്ടും പോകണ്ട. നമുക്ക് സേഫ് പ്ലെയേഴ്സ് ഏകദേശം ഇവിടെ വച്ചിട്ട് ചെയ്യുക. ഇവിടെ ഒരു 372 അല്ലെങ്കിൽ ഇവിടെ ഒരു 350, 360 ഒക്കെ നല്ലൊരു റേഞ്ചാണ്. എന്തായാലും ഇവിടെ നിന്ന് തിരിച്ച് 350-ലെത്തും. അപ്പോൾ നിങ്ങളിപ്പോൾ എൻട്രി എടുക്കുന്നെങ്കിൽ ഏകദേശം ഞാൻ ഒരു മിനിറ്റ് 325 ഞാൻ കുറച്ച് മേടിച്ചേക്കാം. 1 സെക്കൻഡ്. ഇത് നല്ലൊരു സമയമാണ്. എന്തുകൊണ്ടാണ് ഇത് മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. 1 സെക്കൻഡ്, 2 മിനിറ്റ്. ഞാൻ കുറച്ച് ഷെയർസ് ഒന്ന് മേടിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇതെന്തായാലും ഒരു നല്ലൊരു സപ്പോർട്ട് സോണിലാണ്. ഏകദേശം ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 320, 323 എന്നൊക്കെ പറയുന്ന ഒരു സപ്പോർട്ട് സോണാണ്. ഒരു സ്റ്റോപ്പ് ലോസ് ഒരു 290 സ്റ്റോപ്പ് ലോസ് വെച്ച് വാങ്ങാം സേഫ് ട്രേഡേഴ്സിന്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫണ്ടയാണ്. അപ്പോൾ സീലിൻ്റെ ഫണ്ടമെൻ്റൽ നിങ്ങൾക്ക് ഇവർക്ക് അറിയാമായിരിക്കും. ഒന്നുകിൽ screener.inലോ അല്ലെങ്കിൽ മാർക്കറ്റ്സ് മൊജോയിലോ ഒക്കെ പോയിട്ട് അതിൻ്റെ ഫണ്ട് എന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഫണ്ടയിലോട്ട് പോകുന്നില്ല, ടെക്നിക്കലാണ് പോകുന്നിരിക്കുന്നത്. ഞാനിപ്പോൾ തന്നെ ഏകദേശം കുറച്ച് ഷെയർ കൂടി മേടിച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് മേടിച്ചത്. ഇപ്പോൾ സീല് ഞാൻ 175 മേടിച്ചു, 85 വിറ്റു, അതിലൊരു 226 കിട്ടി. അടുത്ത് ഞാൻ വേറൊരു ഓപ്ഷനിൽ 50 മേടിച്ച് 50 വിറ്റു, അതിലൊരു 193 ബുക്ക് ചെയ്തു. അടുത്ത EMF ആണ്, അതിൽ മേടിച്ചത് 40 വിറ്റിട്ടേക്കുവാണ്. അത് ഏകദേശം 292 പ്രോഫിറ്റാണ്. അപ്പോൾ നോക്കും സീലിൽ നിന്ന് ഇത് ഞാൻ ഒരു ലൈവ് ട്രേഡിംഗ് ആണ് പറഞ്ഞിരുന്നത്. ഞാൻ ഏകദേശം 226, 220 വെച്ചോളൂ. 220, 320, 420, 400, 600. അപ്പോൾ ഒരു 1000 രൂപ കിട്ടേണ്ട വഴിയാണ് വളരെ യൂസ്ഫുള്ളായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ശ്രദ്ധിച്ച് കണ്ടിട്ട് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം. കാരണം എൻ്റെ ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്തുകൊണ്ട് ഇവിടെ ട്രേഡ് എടുത്തു ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നത് 290 ആണ്. പക്ഷേ ഞാൻ സ്റ്റോപ്പ് ലോസ് 290 ഞാൻ സജസ്റ്റ് ചെയ്യും. പക്ഷേ ഒരുപക്ഷെ ഞാൻ ഇതിൻ്റെ ഫണ്ട് വെച്ചിട്ട് 290 പോയാലും അതൊരു കൺസേൺ അല്ല. ബിക്കോസ് ഇറ്റ് വിൽ ബൗൺസ് ബാക്ക്. അത്രയും നല്ലൊരു ഷെയറാണ്. പക്ഷേ ഞാൻ ഒരു വീഡിയോ പറയുമ്പോൾ നമ്മളെല്ലാം പറയണം. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ 290 വയ്ക്കുക, ഇവിടെ വെച്ചൊരു എൻട്രി എടുക്കുക. എന്തായാലും ഒരു 300-നുള്ളിൽ തിരിച്ചത് ബൗൺസ് ചെയ്യും. സോ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഈ ട്രേഡ് ചെയ്യുന്നുവെങ്കിൽ ഒരു 10 20 ക്വാണ്ടിറ്റി വാങ്ങിയാൽ മതി. 100 1000 ഒന്നും മേടിച്ച്
പണി കിട്ടണ്ട. ആദ്യം ഒരു 10, 20 അല്ലെങ്കിൽ 50 ഷെയർ മേടിക്കുക. അത് കീപ്പ് ഓൺ പ്ലേയിങ് ഓക്കെ. അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഒന്നും അടിക്കുന്നില്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ റേഞ്ചിൽ കളിക്കാം. ഇത് ഡെയിലി ചാർട്ടാണ്. ഞാൻ ഇനി 5 മിനിറ്റ് ചാർട്ട് നോക്കാം. നമുക്ക് ഈ 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നോക്കാം. ഈ 1 മിനിറ്റിൽ ഇത് ക്യാൻഡിലാണ്, ഈ കാണിച്ചിരിക്കുന്ന ക്യാൻഡിലാണ്. അതുപോലെ താഴെ കാണിച്ചിരിക്കുന്ന വോളിയമാണ്. ഓക്കെ, മൗസിൻ്റെ കഴ്സർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല. എനിവേ, അപ്പോൾ ഇവിടെ പോയിട്ട് മേളിൽ കണ്ടോ ഒരു സ്റ്റഡീസ് ഉണ്ട്. ആ സ്റ്റഡീസിൽ പോയിട്ട് ഞാനിപ്പോൾ അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക. അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ വോളിയം അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ അക്യുമുലേഷൻ ഏകദേശം ഈ ഒരു പീക്ക് വന്നിടത്ത് അക്യുമുലേഷൻ കൂടിയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലോട്ടൊന്നും അക്യുമുലേഷൻ കുറഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്കെടുക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആണ്. 6 പ്രസ് ചെയ്താൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, RSI അറിയാമല്ലോ എല്ലാവർക്കും. റിലേറ്റീവ് സ്ട്രെങ്ത് ഒന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിൽ അത് പീക്കിൽ താന്ന് നിൽക്കുന്ന ഭാഗത്ത് എൻട്രി എടുക്കുക. ഏകദേശം ഇവിടെ ഒരു എൻട്രി എടുക്കാമായിരുന്നു. അതുപോലെ നമുക്ക് ഇവിടെയും ഒരു എൻട്രി എടുക്കാം. ബാക്കി നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ആക്ച്വലി സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീല് നിങ്ങളുടെ മനസ്സിലൊന്ന് വച്ചിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000, 2000 എടുക്കരുത്. എൻ്റെ അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഈ ചാർട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡെയിലി ചാർട്ട് നോക്കുക. ഡെയിലി ചാർട്ടിൽ ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് സപ്പോർട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സീല്. ഞാൻ ഡെയിലി കളിക്കുന്നതുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് ട്രേഡ് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ചില ട്രേഡ്സ് ഞാൻ എടുത്തു. അത് ഷെയർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ 325 ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ ഏകദേശം 324.85 എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എടുക്കുന്ന ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയാണ്. ഞാൻ ഒരു 10 ദിവസം വരെ ഇത് വച്ചിരിക്കും. കാരണം 10 ദിവസത്തിൽ ഇത് തിരിച്ച് 340, 350, 360 റേഞ്ച് വരും. അപ്പോൾ നിങ്ങളൊരു ചെറിയ രീതിയിൽ ഇത് ട്രേഡ് എടുത്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 500 രൂപയായി. സമയം എന്ന് പറയുന്നത് 12 മണിയാണ്. 3:30 ആകുമ്പോൾ എനിക്ക് സാധാരണ ഞാൻ സ്ക്രീൻഷോട്ട് ഇടാൻ ട്രൈ ചെയ്യാം. കാരണം 500, 1000 ഒക്കെ കിട്ടിയാൽ നമ്മൾ നിർത്തുകയാണ് പതിവ്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു ഓക്കെ, ഇത് ഡെയിലി ചാർട്ടാണ്. ഞാനിപ്പോൾ നമ്മുടെ 1 മിനിറ്റ് ചാർട്ട് എടുക്കാം ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഹ്യൂജ് ബൈ വന്നു. അപ്പോൾ ഇവിടെ ആരും കയറി വാങ്ങിക്കളയരുത്. 339 ഇവിടെ വെച്ച് വിൽക്കേണ്ട ടൈമാണ്. വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വെച്ച് വാങ്ങരുത്. കാരണം ഇത് ഏറ്റവും പീക്കിൽ നിൽക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാൻ പറ്റുന്നത് ഇവിടെ നോക്കുക. ഈ പോയിന്റിൽ RSI വന്നിട്ട് ഏകദേശം 20 ആവറേജ് RSI റെസിസ്റ്റൻസ്, RSI ആവറേജ് 32 ആണ്. ഇത് നല്ല പോയിൻ്റാണ്. പക്ഷേ ഇവിടെ RSI 46 ആണ്. അപ്പോൾ ഒരു 32 റേഞ്ചൊക്കെ നല്ലതാണ്. നമുക്ക് ഇവിടെ ഒരു 32 കിട്ടി, ഇവിടെ ഒരു 32 കിട്ടി RSIൻ്റെ. അതിൽ ഇവിടെയും നല്ലൊരു എൻട്രി കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ RSI ഇവിടെ നിൽക്കുന്ന പോർഷനിൽ എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ അങ്ങ് വിൽക്കുക. അതുപോലെ ഇവിടെ എൻട്രി എടുക്കുക, ഇവിടെ വിൽക്കുക. ഇവിടെ എൻട്രി എടുക്കുക, ഇവിടെ വിൽക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഒരു ലൈവ് ട്രേഡിംഗ് സെഷനാണിത്. നമ്മൾ ഉപയോഗിച്ചത് ക്യാൻഡിൽ സ്റ്റിക്ക്, പിന്നെ വോളിയം പ്ലസ് അല്ലെങ്കിൽ അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോളിയം. അത് മൂന്നാമത്തെ ഇതാണ് അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ വോളിയം എന്ന് പറയുന്നത്. ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന ഇതാണ്. ഇത് എന്ന് പറയുന്നതിൻ്റെ വോളിയം പ്ലസ് ആണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് RSI ആണ്. അപ്പോൾ RSI നോക്കുക, ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം നോക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം വോളിയം നോക്കുകയാണെങ്കിൽ നമ്മുടെ RSI ഇവിടെ ഒരു എൻട്രി കിട്ടി. പക്ഷേ നമുക്കതോടെ വിറ്റ് ഇറങ്ങാമായിരുന്നു വേണമെങ്കിൽ. ഏകദേശം ഇവിടെ ഒരു വിറ്റ് മാറേണ്ട ഒരു ചെറിയൊരു പൊസിഷൻ കിട്ടി. ഇപ്പോൾ റിസ്കി ട്രേഡേഴ്സൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സേഫ് ട്രേഡേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യും. ഒരു പോയിന്റ് കിട്ടുമ്പോൾ തന്നെ വിറ്റ് മാറുക. ഓക്കെ, ഇനി ഇപ്പം നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ 324 നിൽക്കുന്നു, ഇത് എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല, ദൈവത്തിനും പറയാൻ പറ്റില്ല. കാരണം അത് ഓപ്പറേറ്റേഴ്സിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു സ്വാഭാവിക അല്ലെങ്കിൽ വളരെ റെയറായിട്ട് പൊട്ടുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 290 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇത് പൊസിഷണൽ ട്രേഡേഴ്സിന് മാത്രമാണ് ഉപകരിക്കാൻ സാധിക്കുക. ഞാൻ എന്തുകൊണ്ട് ഇത് ഇൻട്രാഡേ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കതിൻ്റെ മൂവ്മെൻറ്റ് അറിയാം. ഒരുപക്ഷെ ഞാനത്
എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്ക് ആയതുകൊണ്ടാവണം എനിക്കത് ഡെയിലി ഇത് എൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് കളിക്കാൻ പറ്റുന്നത്. ഇൻ കേസ് നമ്മുടെ കയ്യിലൊരു 100 അല്ലെങ്കിൽ 200 ആയിപ്പോയാലും പ്രശ്നമില്ല. ഒരു 324 എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ രാവിലെയെങ്കിലും എത്തും. ഇല്ലെങ്കിൽ വിത്തിൻ 1 വീക്ക് മാക്സിമം 10 ഡേയ്സിൽ അത് 340 ക്രോസ് ചെയ്യും. ഇനി ഒരു വലിയ ഇടിയാണ് വരുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി ചാർട്ട് എടുക്കുക. ഇവിടെ ഡെയിലി ചാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് നോക്കിയെടുക്കാം. ഏകദേശം ഒരു 290 ആ റേഞ്ചിൽ ഇവിടെ വെച്ചൊരു സപ്പോർട്ട് എടുക്കുക. 295 290 ഒരു സപ്പോർട്ട് എടുക്കുക. അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ആരും ട്രേഡ് ചെയ്യരുത്. ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും പോകണമെന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഔട്ട് ഓഫ് ഒരു 10 ഗെയിം കളിക്കുമ്പോൾ നമ്മളൊരു 2 പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് പോകും. പക്ഷെ നമ്മൾ പ്രോഫിറ്റ് മാക്സിമം എടുക്കുന്നതാണ്, അത് നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ സീലിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. മറ്റൊരു എപ്പിസോഡിൽ അടുത്ത് പുതിയൊരു ഇതുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. ഇത് ഉപയോഗപ്രദമായെങ്കിൽ നിങ്ങളൊരു കമൻറ്റോ ഒരു ലൈക്കോ ഇടാതിരിക്കരുത്. കാരണം അത്രയ്ക്ക് സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരു ചെറിയൊരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, ഇത് യൂസ്ഫുൾ ആണെങ്കിൽ. ഇനി ഞാനിതിലെ ലൈവ് ട്രേഡിലോട്ട് പോകാം. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഒരു 292 രൂപ നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് ലോസ് ഉണ്ട്. ഞാനൊരു ടാറ്റ മോട്ടോഴ്സ് 40, അത് നിങ്ങൾ നോക്കേണ്ട തൽക്കാലത്തേക്ക്. അത് ഞാൻ വിറ്റിട്ടേക്കുവാണ്. അത് ഇടിയുമ്പോൾ മേടിക്കാനാണ്. അതൊക്കെ ഡെലിവറിയിലുള്ള സാധനങ്ങളാണ്. സോ മദേഴ്സ് ടാറ്റ മെറ്റാലിക്സ് ഞാൻ പൊസിഷനിൽ വിറ്റതാണ്. അത് നിങ്ങളത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. സീലിപ്പോൾ ഏകദേശം ഇവിടെ വന്നിട്ട് 186 ലോസിൽ നിൽക്കുവാണ്. പക്ഷേ എൻ്റെ എൻട്രി എന്ന് പറയുന്നത് 326 ആണ്. ഒരുപക്ഷെ ഞാനിത് ഇന്ന് കയറുകയാണെങ്കിൽ ഇന്ന് വിറ്റ് മാറും, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യും. എന്തായാലും അതിൻ്റെ വേറൊരു ഞാനിവിടെ സെല്ല് ചെയ്തിട്ടുണ്ട്, അത് 300 ആണ്. അപ്പോൾ ഒരുപക്ഷെ എനിക്കിതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ബുക്ക് ചെയ്യും, മറ്റത് ക്യാരി ഫോർവേഡ് ചെയ്യും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 345 350 ആണ്. അതിൽ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴാണോ 345 350 എത്തുന്നത് അവിടെ കട്ട് ചെയ്തതിന് ശേഷം അടുത്ത് വീണ്ടും എന്തൊക്കെയായി കാത്തിരിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സപ്പോർട്ട് സോൺ ആയതുകൊണ്ട് മാത്രമാണ് ഇതിനെ നമ്മളിപ്പോൾ എടുത്തത്. നമുക്ക് നോക്കാം. ഇന്നത്തെ 519. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വീണ്ടും അടുത്ത് കയറി തുടങ്ങിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇന്ന് തന്നെ ഒരു 330 മേളിൽ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചെയ്തില്ലെങ്കിൽ അടുത്ത നാളെയോ മറ്റന്നാൾ അത് കയറിക്കോളും. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ടൂളുകളെല്ലാം ഒന്ന് ഓർക്കുക. വോളിയം പ്ലസ് അല്ലെങ്കിൽ അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോളിയം, RSI, പിന്നെ ക്യാൻഡിൽ സ്റ്റിക്ക്, പിന്നെ നമ്മുടെ കമ്പനിയുടെ ഫണ്ട് അറിഞ്ഞിരിക്കണം. ഇത്രയൊക്കെ അത്യാവശ്യം. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് അറിഞ്ഞിരിക്കുക. സീലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എൻട്രി എന്ന് പറയുന്നത് 325 315 325 നല്ലൊരു എൻട്രിയാണ്. 290 സ്റ്റോപ്പ് ലോസ് ഇടുക. ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 345 350 അല്ലെങ്കിൽ 340 ഒക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ആൾ. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.